അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ പുതിയൊരു ആൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നതിൻ്റെയും പിന്നെ കുറച്ച് അമ്പലത്തിലെയും വീട്ടിലെ വിശേഷങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു വീഡിയോസാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് പുതിയതായിട്ട് വരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, നമ്മുടെ പുതിയൊരു അംഗമായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് വണ്ടി എടുക്കാനായിട്ട് ഞാനും ചേട്ടനും കൂടെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കാണ് അവർ വിളിച്ച് പറഞ്ഞത് എല്ലാം സെറ്റായി വന്ന് ഇപ്പോൾ വണ്ടി തന്നു വിടാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വണ്ടി എടുക്കാൻ പോയേക്കെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് വണ്ടി കിട്ടുന്ന യാതൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് പിള്ളേർ ഒക്കെ സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചൊക്കെയാണ് വണ്ടി എടുക്കാൻ പോകുന്നത്. അങ്ങനെ അപ്പവും ബാസനും ഞാനും കൂടെയാണ് വണ്ടി എടുക്കാനായിട്ട് പോയത്. അപ്പോൾ അവരതിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് വണ്ടി ഇനി എടുക്കാനുള്ളതിൻ്റെ തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കീ കൊടുക്കുന്നതിൻ്റെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതായിട്ട് എന്നാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, പുതിയതായിട്ടൊരു വണ്ടിയൊക്കെ നമ്മളത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര സന്തോഷമാണ് പുതിയൊരു ഇത് നമുക്ക് വാങ്ങിക്കാൻ പറയുമ്പോഴത്തേക്ക്. എനിക്ക് എന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. സാധാരണ എനിക്ക് വണ്ടിയോടൊന്നും വലിയ താല്പര്യം അങ്ങനെ ഇല്ലാത്തതാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഒന്നാമത് എനിക്ക് വണ്ടി കണ്ടാലും ഞാൻ വാള് വെക്കാൻ തുടങ്ങുന്നത്. എനിക്ക് ഇഷ്ടമല്ല അതിൻ്റെ മണവും കാര്യങ്ങളൊന്നൊക്കെ. ഈ പെട്രോളിൻ്റെ ഡീസലിൻ്റെ മണമൊക്കെ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടം സ്കൂട്ടറാണ്. പക്ഷേ ഈ വണ്ടിയോട് എനിക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ. എന്നാന്ന് എനിക്കറിയത്തില്ല, അതിനകത്ത് കയറി ചെയ്തപ്പോൾ എനിക്കൊന്ന് റോഡും ഒക്കെ നല്ല ക്ലിയറായിട്ട് കാണുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നി. അപ്പം ഞങ്ങൾ കീ ഒക്കെ മേടിച്ച് ഇനി അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടൊക്കെ പോരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് ഡിസയർ ആയിരുന്നേ. ആ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അതിനകത്ത് എന്താ വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. കുറച്ചൊക്കെ ഓടിക്കും. അപ്പോൾ ചേട്ടൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പറയും നീ ഒന്ന് ഓടിച്ച് നോക്ക് എന്ന് പറയുമ്പോഴത്തേക്കുണ്ട് അതിലോട്ട് കയറി ഇരിക്കുമ്പോൾ തൊട്ട് എൻ്റെ നെഞ്ച് കിടന്ന് പടപടപടാന്ന് ഇരിക്കാൻ തുടങ്ങും. എനിക്കറിയത്തില്ല, ഭയങ്കര ടെൻഷനാണ്. ഞാൻ ഈ വണ്ടി എൻ്റെ കൺട്രോളിൽ നിൽക്കുമോ അതോ എൻ്റെ ഇത് പോവുമോ, ഞാൻ ബ്രേക്ക് ഔട്ടേണ്ട സമയത്ത് ചവിട്ടും, ഇങ്ങനെ പല പല ചിന്തകളാണ്. അതുകൊണ്ട് എന്നാണെന്നറിയോ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നേ. ലൈസൻസും കാര്യങ്ങളെല്ലാം കയ്യിലുണ്ട്. പക്ഷേ വണ്ടി എങ്ങനെ ഓടിക്കട്ടെ. അപ്പോൾ അതും ഒന്നാമെന്ന് വെച്ചാൽ ആ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് റോഡ് ഒരു ശകലം പോലും കാണാൻ പറ്റത്തില്ല. ഞാൻ പറയുമ്പോഴത്തേക്ക് ചേട്ടനോട് ഭയങ്കര വഴക്കുണ്ടാക്കും. ലൈസൻസ് എടുത്താലേ ഏതൊരു വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്നും പറഞ്ഞുകൊണ്ട്. ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ ഏത് വണ്ടി ഓടിക്കാൻ അവർക്ക് ആ വണ്ടി ഈ വണ്ടി ഒന്നും അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ എപ്പോഴും വഴക്കുറ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ വണ്ടിയെ കയറാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. അതുപോലെയായിരുന്നു. പക്ഷേ ഇത് കയറിയപ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയിട്ട് റോഡൊക്കെ നല്ല ഇതായിട്ട് കാണാൻ പറ്റും. ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടിയും കൊണ്ട് നേരെ ഇനി വീട്ടിലോട്ട്. അപ്പോൾ അപ്പു ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ട്. ഞങ്ങൾ സ്കൂട്ടറും കൊണ്ടായിരുന്നു പോയത്. അപ്പോൾ അതും എടുത്തുകൊണ്ട് അപ്പു ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ട് വീട്ടിലോട്ട്. അപ്പോൾ വണ്ടി അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ അപ്പുവാണ് ഞങ്ങൾക്ക് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത്. അപ്പു ഞങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് കേട്ടോ. ബാസൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മുടെ ട്രാവലറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വണ്ടിയും കൊണ്ട് പോകുന്നതും എടുക്കുന്നതെല്ലാം അപ്പുവാണ്. അപ്പം അതുകൊണ്ട് നമ്മളൊരു വണ്ടി എടുക്കുമ്പോഴെല്ലാം നമ്മൾ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയാണ്. എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോരാനായിട്ട് തുടങ്ങുവാണ്. ഞാനും എൻ്റെ ഭർത്താവും മാത്രമായിട്ട് പുത്തൻ വണ്ടിയിൽ ആദ്യ യാത്ര. ഇത് നല്ലല്ലോ റോഡൊക്കെ കണ്ടിട്ട്. എനിക്ക് ഡിസൈറിൽ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കുന്തവും കാണത്തില്ലായിരുന്നു. നമുക്ക് നല്ലല്ലോ റോഡിൻ്റെ രണ്ട് സൈഡും കാണാം. അപ്പം ഞങ്ങളങ്ങനെ വീട്ടിലെത്തി കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരാളും കൂടെ കടന്നു വന്നു. അപ്പം അച്ഛനും കണ്ണനും ഒന്നും അറിയത്തില്ല. അവർ വൈകിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും കേട്ടോ. അവർ സർപ്രൈസ് ആയിട്ടിരിക്കും. കാര്യം എന്ന് വെച്ചാൽ വണ്ടി ഇന്ന് വരുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. അപ്പോൾ വണ്ടി വന്ന് കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ വണ്ടി വന്ന് നമ്മൾ വീണ്ടും മുറ്റത്ത് നിർത്തി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരാഗ്രഹം കേട്ടോ. അതൊന്ന് ചുമ്മാ ഒന്ന് ഇച്ചിരി ഒന്ന് ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാനെന്താ ഒന്ന് വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിച്ച് നോക്കാൻ നിർത്തുന്നുണ്ട്. ഞാനും കയറിയപ്പോൾ എന്നോട് ഒന്ന് എടുത്ത് ഓടിച്ചോ എന്നൊക്കെ ചേട്ടൻ പറയും. ചേട്ടൻ പിന്നെ ഭയങ്കര സപ്പോർട്ടാണ്. വണ്ടിയൊക്കെ എടുക്കാനുള്ള എല്ലാം നീ ഓടിച്ചു പറഞ്ഞു. ഞാൻ ആ വണ്ടി എനിക്ക് പേടിയുള്ളതുകൊണ്ട് മാത്രമാണ് അതെടുക്കാത്തത്. അപ്പോൾ അങ്ങനെ വന്നിറങ്ങിയ ശേഷം എനിക്കിപ്പോൾ റോഡൊക്കെ നല്ലപോലെ കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ഓടിച്ച് നോക്കിയേക്കാന്ന് ഓർത്തുകൊണ്ട് ഞാൻ വണ്ടി കയറുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ എങ്ങാണ്ട് ലോങ് എങ്ങാണ്ട് റൂട്ടൊക്കെ അത് ഇച്ചിരി ഒരു ഇച്ചിരി ഇങ്ങനെ ഞാനൊന്ന് പോകുന്നു 1 കിലോമീറ്ററെങ്കിലും വണ്ടി ഓടിക്കാനിരിക്കുന്നത്. ഒന്നും അല്ലെന്നേ, ഇതേണ്ട അവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ടൊന്ന് മുന്നോട്ടൊന്ന് നീക്കാനായിട്ട് ഒരാഗ്രഹം. അതൊന്ന് ചുമ്മാ അവിടെ ആ ഡ്രൈവ് സീറ്റിൽ കയറി അങ്ങോട്ടൊന്ന് മുന്നോട്ടൊന്ന് എടുക്കുക, അത്രയേ ഉള്ളൂ. ഇതേണ്ട ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. അവിടെ വരെ ഒന്ന് എടുക്കുക, പിന്നെ അവിടെ നിന്ന് വണ്ടി റിവേഴ്സ് എടുത്തൊന്ന് ഇട്ടു, അത്രയേ ഉള്ളൂ. എന്നാലും നമുക്കൊരു സന്തോഷമാണ് അങ്ങനൊന്ന് ഇച്ചിരി ഒന്ന് ഓടിക്കുമ്പോഴത്തേക്ക്. പുതിയ വണ്ടിയൊക്കെ നമ്മൾ ഓടിക്കുന്നത് വലിയ ഒരിതൊന്നും അല്ലെന്ന് പറഞ്ഞാലും നമുക്ക് മുറ്റത്താകുമ്പം പേടിക്കണ്ടല്ലോ, വേറെ വണ്ടി വരുമെന്നോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ വരുന്നോ അങ്ങനെ പിടിക്കില്ല. നമുക്ക് അവിടെ നിന്ന് ചെറുതായിട്ട് അങ്ങോട്ട് നീക്കിയിട്ടപ്പോൾ അങ്ങനെ അതെല്ലാം ഞാനൊന്ന് ഓടിച്ച് ഞാനും ഒന്ന് സന്തോഷമൊക്കെ ആയിട്ടിരുന്ന് എന്നെ ചേട്ടനൊക്കെ എന്നോട് യാത്ര പറഞ്ഞൊക്കെ പോയി കേട്ടോ. അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ കണ്ണൻ വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെയാണ് എടുത്തത്. കണ്ണൻ വന്നപ്പോഴത്തേക്കും അവന് ഭയങ്കര സന്തോഷം. അവനൊരു വണ്ടിപ്രാന്തനാണ് കേട്ടോ. അവന് ഈ ചേട്ടനെ പോലെ തന്നെ ഞാനും അയച്ചുള്ളി വണ്ടിയോട് വലിയ താല്പര്യമില്ലാത്തത്. അവനും വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്. ഏത് വണ്ടി കണ്ടാലും അവന് കുഞ്ഞിലെ മുതൽ അതെ അവന് വണ്ടി എന്ന് വെച്ചാൽ അവനോട് കുഞ്ഞിലെ മുതൽ പഠിച്ച എന്നാണ് നിനക്ക് ആകേണ്ടതെന്ന് ചോദിച്ചാൽ അവന് എവിടെ പറഞ്ഞ് അവസാനിച്ചാൽ അവൻ ഡ്രൈവറെന്നേ വരത്തുള്ളൂ. എനിക്ക് ഡ്രൈവറായാൽ മതി എന്ന് പറയും. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ അതുപോലെ അവന് വണ്ടിയോട് ഭയങ്കര ഇത്. അവിടെ കയറി ഇരുന്ന് അതെല്ലാം തിരിച്ചും മറിച്ചൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു വിളിയുണ്ട്, അമ്മേ കൊണ്ടുവരാൻ വരാമോ എന്ന് ചോദിച്ചു. അച്ഛൻ കിടന്ന് ഉറങ്ങുക സൗണ്ട് വെക്കാതെ.
വാ എല്ലാം കഴിക്കുകയൊക്കെ ചെയ്. കണ്ണം വന്നത് വണ്ടിക്കകത്ത് കയറി ഏതാണ്ടൊക്കെ പരിപാടിയെല്ലാം നോക്കിയതിന് ശേഷമാണ് കുറേ കഴിഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ബാക്കി വീഡിയോസ് പിറ്റേ ദിവസത്തെ വീഡിയോസാണ് എടുക്കുന്നത്. അപ്പം അതാണ് പിന്നെ ബാക്കി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജിക്കാൻ നമുക്കൊരു മനസ്സമാധാനം വരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 അമ്പലത്തിലും പോകും കേട്ടോ. മല്ലാലപ്പുഴയിലും പോകും, തോട്ടങ്കാവിലും പോകും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് വണ്ടിയൊക്കെ പൂജിക്കാൻ വന്നു. അപ്പോൾ ഇന്ന് വൈക്കംകാരുടെ ഉത്സവമാണ്, അവരുടെയാണ് ഇന്നത്തെ ഉത്സവം. അപ്പം അതിൻ്റേതായിട്ടുള്ള അമ്പലമെല്ലാം നല്ലപോലെ അടിപൊളിയായിട്ട് അലങ്കരിച്ച് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് കേട്ടോ എല്ലാം അലങ്കരിച്ചൊക്കെ ഇടുന്നത് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ ഇവരുടെ എനിക്കൊന്ന് ദീപക്കാഴ്ചയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല, അല്ലാതെ അമ്പലമെല്ലാം നല്ല അടിപൊളിയായിട്ടൊക്കെ അലങ്കരിച്ച്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ രാവിലെ ഇപ്പോൾ ഉത്സവമായിട്ട് നമ്മൾ രാവിലെ ചെല്ലണേ, പോയാൽ നമുക്ക് വലിയ തിരക്കില്ലാതെ അമ്പലത്തിൽ ഒന്ന് തൊഴുതേച്ചൊക്കെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇപ്പോൾ ഉത്സവം തുടങ്ങിയതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ അമ്പലത്തിനകത്തോട്ട് കയറാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ കൊടി ഉയർത്തുന്നതിൻ്റെ അന്നൊന്ന് വന്നുള്ളൂ. അതിന് ശേഷം പിന്നെ എന്ന് വന്നാലും നല്ല തിരക്കോ അല്ലെങ്കിൽ വേറെ എന്നിലൊക്കെ അവിടെ അമ്പലത്തിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അകത്തോട്ട് അങ്ങനെ കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ പോയി അമ്പലത്തിൽ പോയി തൊഴാനും എല്ലാം പറ്റി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് തൊഴുതെല്ലാം കഴിഞ്ഞ് ഇനി ഇറങ്ങിച്ച് നേരെ മലയാലപ്പുഴയ്ക്കാണ് പോകുന്നത് കേട്ടോ. അവിടെയും കൊണ്ടുപോയി വണ്ടിയൊന്ന് താക്കോലൊന്ന് പോയിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാകത്തുള്ളൂ. അത് നമ്മുടെ ബസ്സൊക്കെ ഉണ്ടായിരുന്ന സമയം തൊട്ടേ എല്ലാം അങ്ങനെയാണ്, മലയാലപ്പുഴ അമ്പലത്തിലാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇനി ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ നെറ്റിയിൽ സിന്ദൂരമൊക്കെ വാരി തേച്ചിരിക്കുന്നത് എൻ്റെ കെട്ടിയോനാണ് കേട്ടോ. എൻ്റെ കെട്ടിയോൻ എപ്പോൾ എൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് വന്നിട്ടുണ്ടല്ലോ ഒരുമാതിരി വാൾ പോസ്റ്റ് മാതിരി ഇങ്ങനെ തേച്ചങ്ങ് വിടും. അപ്പോൾ ഞാനും വീഡിയോ എടുത്തപ്പോഴാണ് അത് കണ്ടത്, എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ ചന്ദനം തേച്ചേക്കുന്നുള്ളത്. അപ്പോൾ അമ്പലത്തിനകം കണ്ടോ എല്ലാം പൂക്കളൊക്കെ കൊണ്ട് നല്ലപോലെ അടിപൊളിയായിട്ട് അങ്ങ് അലങ്കരിച്ചേക്കാണ് കേട്ടോ. ഓരോരുത്തരുടെ രീതിക്കായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാ കരക്കാരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല രസമാണ്. ഇവർ രാത്രിയിലേ തുടങ്ങുന്ന പരിപാടിയാണ് ഈ പൂക്കളൊക്കെ ഒന്ന് സെറ്റാക്കലും എല്ലാം ആയിട്ടുള്ളത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇനി നേരെ മലയാലപ്പുഴയ്ക്കായിരുന്നു പോകുന്നത് കേട്ടോ. മലയാലപ്പുഴ പോകുന്ന വെച്ചാൽ അവിടെ നിന്ന് തൊഴുതിച്ചൊക്കെ ഞങ്ങൾ ഇറങ്ങി. ഇവിടെ വന്ന് ഞങ്ങൾക്ക് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ, നല്ല ഇതായിട്ട് തൊഴാൻ പറ്റി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പം ഇത് മകരവിളക്കിൻ്റെയൊക്കെ ഇതായതുകൊണ്ട് അവധി ആയതുകൊണ്ട് കണ്ണന് മാത്രമേ ഉള്ളൂ ട്യൂഷന് പോകേണ്ട, അച്ഛന് ക്ലാസ്സൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോയപ്പോഴത്തേക്ക് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയത്. അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ബാക്കിയുള്ള വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ അച്ചുവിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്നൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ സ്കൂളിലെ ഇതിൻ്റെ ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെയാണ് ബാക്കി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. കിട്ടിയോ? വെട്ടിയോ നിങ്ങള്? ആ ഏതാ ഇത് വെട്ടി? എത്രയും വലിപ്പമുള്ള വേണോടി? ചെറിയ പീസാക്കി മുറിച്ചെടുക്ക്. മുറിക്ക്. ഏതാ വലുതേതാ? എന്നാ അത് ചെറിയ ചെറിയ പീസാക്ക്. അപ്പൊ അശ്വതിക്ക് വേണ്ടേ? ഇവിടെ നിറച്ച് മുളയാണല്ലോ. രണ്ട് മറ്റേ സാധികയുടെ ഭാഷ പറഞ്ഞാൽ 2 മൊണ്ണകൾ വന്ന് കിടന്ന് വെട്ടുന്നത് കണ്ടോ. ഞാൻ വെട്ടി കാണിക്കാം. ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെയാണ് വെട്ടി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയല്ല വെട്ടേണ്ടത് കണ്ടോ. ഞാൻ വരാം. ഇവിടെ ഇത് അനിയൻ്റെയൊക്കെ പറമ്പാണേ. പറമ്പിനോട് ചേർന്നാണ് ഇവിടെ ആറ്. കണ്ടോ, 2018 മുങ്ങിപ്പോയ വീടാ അതൊക്കെ. ആറ് ഇതിൻ്റെ ഇടയ്ക്കൂടെ ചെറുതായിട്ടേ കാണത്തുള്ളേ. കണ്ടോ, അതായിട്ടിലെ വെള്ളമാണ് കാണുന്നത്. വെള്ളമൊക്കെ കുറവായിപ്പം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ സാന്ദ്രയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ആറ്റിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ മുള വെട്ടാനായിട്ട് വന്നതാണ്, ഗാർബേജ് സർവീസിൻ്റെ പ്രാക്ടിക്കൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കാണിച്ചു തരാം. സാന്ദ്ര നമ്മളെ ആറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറ്റിലേക്കുള്ള വഴിയാണ്. നല്ല രസമുള്ള നല്ല രസമുള്ളൊരാറാണ്. ഇപ്പൊ വെള്ളം നല്ല കുറഞ്ഞ സമയമാണ് ഗൈസ്. ഇതാണ് സാന്ദ്രയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫ്ലവർ അല്ലേ സാന്ദ്രേ? അയ്യോ, ഇതെങ്ങോട്ടാ വഴി? ഇത് കാട്ടിലോട്ട്. അപ്പൊ നമ്മളവിടെ ഒരു സൂര്യകാന്തി കണ്ടിരിക്കുകയാണ്. അതൊന്ന് നോക്കാനായിട്ട് പോവുകയാണ്. സാന്ദ്ര പറഞ്ഞിരുന്നു ഇവിടെ പെരുമ്പാമ്പൊക്കെ ഉണ്ടെന്ന്. നമുക്ക് നോക്കാം. അവിടെയാണ് ഗൈസ് സൂര്യകാന്തി. നോക്കട്ടെ.
വാവ്, ഇതാണ് ഗായ്സ് നമ്മൾ കണ്ട ഫ്ലവർ. ഓ, എന്ത് രസമാണെന്ന് നോക്ക്. വാവ്, സാന്ദ്ര ഏതാ സൂര്യകാന്തി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഗായ്സ്. ഇതിന്റെ തന്നെ ഈ സംഭവം കുഴിച്ചിട്ടാ. അത് നീ വീട്ടിൽ കൊണ്ട് കുഴിച്ചില്ല? പണ്ടുണ്ടായിരുന്നു അവിടെ. അച്ചു നോക്കൂ, ഞാൻ പൂ പറിക്കേണ്ടത് മുഴുവൻ പറിച്ചു. സൂര്യകാന്തിയാണ്. സൂര്യകാന്തിയാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഏത് ഫ്ലവർ ആണെന്ന് കമന്റ് ചെയ്യുക. അവിടെയൊക്കെ നല്ല സൂര്യകാന്തി. അതുപോലെ തന്നെ ആ ചെടിയും വളരെ രസമുള്ള ചെടി. നമുക്ക് അടുത്തോട്ട് പോയിട്ട് കാണാം. അത് അപ്പൊ ഇതാണ് നമ്മൾ കാണുന്നത്. പോതേന്നാണ് തോന്നുന്നു പേരിന്റെ പേരെന്താ സാന്ദ്ര? സാന്ദ്രയ്ക്ക് പിന്നെ സ്വന്തം നാട്ടിലെ കാര്യങ്ങൾ പോലും അറിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതിമനോഹരമായ ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫുട്ബോൾ കളിക്കാൻ ആൾക്കാർ വരാറുണ്ടോ? അകലേന്ന് കാണാൻ നല്ല രസമുണ്ട്. ഇതാ അവിടെയാണ് നമ്മൾ മുമ്പേ കണ്ട സൂര്യകാന്തി കേട്ടോ. അവിടെ ഒത്തിരി ഉണ്ട്. ആറ്റിലിപ്പോൾ ഒട്ടും വെള്ളമല്ലേ. അപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരാണ് വീഡിയോസൊക്കെ എടുത്തത്. എന്നിട്ട് പറഞ്ഞ് ഈ വീഡിയോ ഒന്നും ഇതിൽ ഇടല്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ മുഴുവൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും രണ്ടുപേരും മെനക്കെട്ട് എടുത്തില്ല. അപ്പോൾ ഞാൻ അതിലോട്ട് ഇറങ്ങി വന്നില്ലായിരുന്നു കേട്ടോ. അവരോട് ഞാനവിടെ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ വന്ന് വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ പമ്പയാറാണ് കേട്ടോ അത്. അതെല്ലാം കഴിച്ച് പിന്നെ വൈകിട്ട് അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഇച്ചിരി നേരമൊക്കെ ഒന്ന് കാണാനൊക്കെ വന്ന് എല്ലാം കഴിഞ്ഞ് വെച്ച് ഇനിയിപ്പോൾ നാളെ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെയാണ്. നാളെ ഞങ്ങളുടെ കരക്കാരുടെയാണ് ഉത്സവം. അപ്പോൾ അതിനുള്ള ഇന്നേ അവർ അവിടെ പൂക്കളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാനത് സൂം ചെയ്ത് കാണിക്കട്ടെ. അമ്പലമെല്ലാം അലങ്കരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ നല്ല അടിപൊളിയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അതിൻ്റെ മാത്രമായിട്ട് ഇടാം കേട്ടോ. അതാണ് നല്ല സാധനം. ദീപക്കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കരയുടെ ഉത്സവത്തിൻ്റെയും കൂടെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഫേസ്ബുക്കിൽ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാമേ.